നീ അച്ഛന്റെ പേരിലെന്ത് കഴിക്കുന്നു ജോബ് പറഞ്ഞെന്താ? എന്താ പറഞ്ഞേ? എന്റെ പേരിൽ അപ്പുറത്തെ രായപ്പന്റെ കടയിൽ പോയി 2 കുറ്റി പുട്ടും 3 ബീഫ് കറിയും കഴിക്കുന്നു. കാലവഴി നിലത്തടിക്കണ്ട അവനെനിക്ക് ചെലവുണ്ടാക്കിയിട്ടൊന്നിരിക്കും. എടോ, ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു ജീവിതം മുന്നോട്ട് നയിച്ചോണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് എന്റെ ഭാര്യ, അവളിപ്പം ടി വിയിൽ പുതിയ മഹിളാരത്നം എന്ന് പറഞ്ഞ് പുതിയൊരു റിയാലിറ്റി ഷോ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവളെ കൊണ്ട് പോകാൻ പോവാ. അവൾ എന്ത് പറഞ്ഞാലും ആ നിമിഷം ഞാൻ അനുസരിച്ചിരിക്കും. അതങ്ങനെ അണയാൻ പോണതിൽ ആളിക്കെത്തും, അങ്ങോട്ട് കത്തട്ടെ. അല്ലെങ്കിൽ നിന്നോട് പറയാൻ പോയ എന്നെ പറഞ്ഞോടാ മതി. പോകാൻ ചേട്ടാ. എത്ര നേരമായിട്ട് ഞാൻ അവിടെ മെനക്കെട്ട് നിൽക്കുവാന്നറിയാം എന്ന് പറഞ്ഞ ഒരിക്കൽ തീരണ്ടേ? ഒരുങ്ങി നീ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നീ നന്നായിട്ട് പോയി പെർഫോം ചെയ്തോണ്ട് നിനക്ക് SMS മേടിച്ചു തരുന്ന കാര്യം ഈ ഞാൻ ഏറ്റവും. നമുക്ക് പോവാം. എന്റെ ദൈവം, എവിടെയെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഈ വൃത്തികെട്ടവനെയാണല്ലോ കണി കാണുന്ന ഈശ്വര. കണി ശരിയായില്ലേ? കണി കാണും നേരം കമലാം നേത്രണ്ട് തിരുവയ്ക്കും വാഴു ശിവശംഭു. ഓ, കണി ശരിയായില്ലെന്ന്. അതെ, ഇന്ന് ഏതമ്പലത്തിലോട്ട് എഴുന്നള്ളിപ്പോ അല്ല കെട്ടിയിടുന്ന് വിളിച്ചോണ്ട് പോണുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. ഞാൻ പറഞ്ഞില്ലേ ടി വിയിൽ പുതിയ മനുഷ്യ, നമ്മൾ എവിടെ പോണെന്ന് നമ്മൾ അറിഞ്ഞാ പോരെ? നമ്മൾ എവിടെ പോണെന്ന് കണ്ടവന്റെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ എവിടെ പോണെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, താൻ അറിയേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ എവിടെ പോകണോ നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ എന്റെ നെഞ്ചത്ത് കയറാൻ പറ്റുന്നത് വെള്ളം അടിച്ചാ വയറ്റി കിടക്കണേ. ഓ, എല്ലാരും പറയും വെള്ളം അടിച്ചാ വയറ്റി കിടക്കണോ. അല്ല, എനിക്കറിയാൻ മേലോട്ട് വയ്ക്കുക. ഈ വെള്ളം അടിച്ചാൽ കയറി കിടക്കണ സ്ഥലമാണോ ഈ വയറ്? താൻ വെള്ളം അടിച്ചാൽ തന്റെ വയറ്റി കിടക്കണോ? ഞാൻ അടിച്ചോളൂ, പിന്നെ നിങ്ങൾ വയറ്റൊന്നും പെണ്ണും പിള്ളേന്നോ? നിങ്ങൾ ഒറ്റ ആൾ കാരണം പെണ്ണും പിള്ളേന്ന് വല്ല കാര്യമുണ്ടോ? ഞാൻ അവരോട് സംസാരിച്ചോണ്ടിരുന്നല്ലേ. സ്റ്റോപ്പുകൾ പോയി വല്ല പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് ഞാനൊന്ന് പറയട്ടെ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ ഞാനൊന്ന് പറയട്ടെ. കണ്ടോ, പറയേണ്ട സാധനം പറയേണ്ട രീതി പറഞ്ഞാൽ ഏത് ശക്തി. എടി, നിന്റെ മാഷ് വന്നടി. മാഷേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മണമുണ്ടോ? അടിക്കുമ്പോ ഓർക്കണമായിരുന്നു മാഷ് വരുമെന്ന്. എടാ, നിന്നോട് എത്ര ദിവസം ആ സ്കൂൾ വരെ വരാൻ പറഞ്ഞിട്ട്? ഞാൻ പഠിച്ചു നിർത്തിട്ട് കുറെ നാളല്ലോ, പിന്നെ ഞാനിതിനാ അങ്ങോട്ട് വരുന്നു. ഓ, എന്റെ ദൈവം, നീ പഠിക്കാൻ വരുന്ന കാര്യമല്ല പറഞ്ഞ. പിന്നെ നിന്റെ പിള്ളേരുടെ ശല്യം കൊണ്ടാ നീ അവിടം വരെ വരാൻ പറഞ്ഞത്. അയ്യോ, എന്റെ പിള്ളേരുടെ ശല്യം കാരണം ഞാൻ അങ്ങോട്ട് പറഞ്ഞോളൂ. പിന്നെ അതും പറഞ്ഞ് എന്നെ ശല്യം ചെയ്യില്ലേ? എന്ത് പിള്ളേരാടാ ഇത്? എന്ത് പിള്ളേരപ്പൊ അത്? കണ്ടോ, അവന് തന്നെ അവന്റെ പിള്ളേരെ സൂക്ഷിക്കുന്നില്ല. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ പറഞ്ഞിട്ട് അമ്മമാർക്ക് 2 പേർക്കും അറിയാൻ മേല. ആണോ? നിങ്ങൾ എവിടെ ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാൻ കൊടുക്കുക? അത് ഗവൺമെന്റിൽ നിന്ന് അടിച്ചു വരുന്നത്. അപ്പൊ ഗവൺമെന്റിനോട് പറയണം വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ. അല്ല, എന്റെ മക്കളല്ല ഗവൺമെന്റ് വിട്ടത് പൂരിപ്പിക്കുന്നത്. എടാ, ഗവൺമെന്റ് ചെക്കിയാൽ എന്റെ പിള്ളേർക്ക് കിടക്കാൻ മേല. മാറ്റൊന്നും പറയണ്ട. മാറ്റ് ഒറ്റൊരുത്തം കാരണം എന്റെ മോന്റെ 1 വർഷം പോയി അറിയാം. ഞാനടുത്ത് മാറ്റിന്റെ മോള് തോപ്പിച്ച്. തോപ്പിച്ചെങ്കിൽ കണക്കായി പോയി. അമ്മമാർക്ക് കണക്കെന്ന് പറയുന്ന അക്ഷരം അമ്മമാർക്ക് 2 പേർക്കും അറിയാൻ മേല. കണക്കറിയാമെന്നാ പറഞ്ഞത്. മാഷ് ചോദിച്ചവരോട് കണക്കെന്താ? ഞാൻ ചോദിച്ചായിരുന്നു. ഞാൻ അങ്ങോട്ട് ചോദിച്ചോടാ സുമേഷേ, ഞാനൊരു ചാക്കിനകത്ത് 25 തേങ്ങ കെട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് 5 തേങ്ങ അപ്പുറത്തെ അമ്മണിക്ക് എടുത്ത് കൊടുത്തു. അതിനകത്ത് 5 തേങ്ങ അപ്പുറത്തെ ശാന്തക്ക് എടുത്ത് കൊടുത്തു. അതിനകത്ത് 5 തേങ്ങ അപ്പുറത്തെ രമണിക്ക് എടുത്ത് കൊടുത്തു. ബാക്കി എത്ര തേങ്ങ ഉണ്ടെന്ന് ചോദിച്ചിട്ട് അതും അമ്മമാർക്ക് അറിയാൻ മേല. ശൈലി, ഈ ചാക്കിനകത്ത് തേങ്ങ കെട്ടി വെച്ചാരാ? ഞാനാ. അതിന് 5 തേങ്ങ എടുത്ത് രമണിക്ക് കൊടുത്താരാ? അതും ഞാനാ. 5 തേങ്ങ എടുത്ത് ശാന്തക്ക് കൊടുത്താരാ? അതും ഞാനാ. അപ്പൊ നിങ്ങളുടെ തേങ്ങ എടുത്ത് കണ്ട പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടേ എന്റെ മോനോട് ചോദിക്കില്ല കേട്ടാ. നിങ്ങളെ തോന്നിയത്ര കൂട്ടിയിട്ടല്ല എന്റെ മോനെ കൂലി കൊടുക്കും കേട്ടോ. നിങ്ങൾ ഓരോ തെറ്റിട്ട് എന്റെ മോന്റെ തലക്ക് കൊടുക്കണതിന് എന്റെ പിള്ളേരെ ഇഷ്ടമല്ലെങ്കിൽ അത് പറയണം. അല്ലല്ലോ ഉള്ളോ, നിങ്ങൾക്ക് എന്റെ പിള്ളേരോട് ഈഗോസാണ്. ഈഗോസ് ഒന്നുമില്ല, ചുമ്മാ പറയാം. കണ്ടോ, ഇരിക്കുന്നുണ്ടോ? ഷേപ്പ് കണ്ടോ? കുടിച്ചു ഒരുമാതിരി കറുത്ത് കരിമാക്കാനെ പോലെ ആയിട്ട് ഇരിക്കുക. അയ്യേ, കണ്ടിട്ട് തന്നെ എനിക്ക് അറപ്പ് വരിക. വൃത്തികെട്ട രൂപം അല്ലേ? എനിക്ക് ചമ്മല് വരും. നിനക്ക് ചമ്മൽ ഉണ്ടാവില്ലോ, കുടിക്കുന്നോണ്ടല്ലേ കറുത്തിരിക്കുന്നത്. അതെന്നാന്നറിയോ? പണ്ട് എന്നൊരു നേഴ്സ് ചതിച്ചതാ. നേഴ്സ് ചതിച്ചു? അതങ്ങനെ? എന്റെ മാഷിന് അറിയാൻ മേലാത്തോണ്ട് ഒരു ഹോസ്പിറ്റലിൽ എന്റെ അമ്മ എന്നെ പ്രസവിച്ച് ഒരു ബെഡിൽ കിടക്കുന്നു. തൊട്ടപ്പുറത്ത് ബെഡിൽ വേറൊരു ചേച്ചി വേറൊരു കൊച്ചിനെ പ്രസവിച്ച് കിടക്കുന്നു. അപ്പുറത്ത് എന്റെ അമ്മ പ്രസവിച്ച കൊച്ചിനെ ഒന്ന് കാണണം. എന്നാ പറ്റതിന്? എന്നെ അടിപൊളി കൊച്ചാണ്. നല്ല വെളുത്തു നല്ല പടക്കം കൊച്ചു, സുന്ദരം കൊച്ചു. തൊട്ടപ്പുറത്ത് ബെഡിലൊരു ചേച്ചി പ്രസവിച്ചെന്ന് പറഞ്ഞില്ലേ, ആ കൊച്ചിനൊന്ന് കാണണം. അതിനെന്നാ പറ്റി? ഇങ്ങനെ മെനകെട്ട പിള്ളേരുണ്ടോ? എന്ത് വൃത്തികെട്ട ഷേപ്പായിരുന്നു. ഒരുമാതിരി താറും പാട്ടം മുക്കി കറുത്തിരുണ്ടൊരു കൊച്ചു. ആ ചേച്ചിക്ക് പോലും ഇഷ്ടമല്ല കൊച്ചിന്. അതുപോലെ വൃത്തികെട്ടൊരു കൊച്ചു. ഒരു ദിവസം ഇവർക്ക് ഇച്ചിരി പൈസ ഒക്കെ ഉള്ള ടീമാണ്. ഇവർ ഈ നേഴ്സിന് പൈസ കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു.
ഒരു ദിവസം ഈ നേഴ്സ് ഇങ്ങോട്ട് വന്നിട്ട് എന്റെ അമ്മയുടെ അടുത്ത് കിടന്ന വെളുത്ത കൊച്ചിനടുത്ത് ആ ചേച്ചിയുടെ അടുത്ത് കിടത്തിയിട്ട് ആ ചേച്ചിയുടെ അടുത്ത് കിടന്ന കറുത്ത കൊച്ചിനടുത്ത് എന്റെ അമ്മയുടെ അടുത്ത് കിടത്തി. ശരിക്കും മറ്റേ കൊച്ചാൻ ഞാൻ. ആ ഈ നേഴ്സെടുത്ത് മാറ്റുകൊണ്ടാ ഞാൻ കറുത്തു പോയാ. അല്ല ഞാൻ ഇപ്പോഴും വെളുത്തിരുന്നാൻ അറിയാം. ഇവിടെ നീ വെളുത്ത ഓറഞ്ച് പോലെ വിവരമില്ലാത്ത വർത്താനം പറഞ്ഞു കേട്ടോ. എടാ മക്കള് നന്നാണെങ്കിൽ തന്തമാര് നന്നാണോ? എടാ തന്തമാര് നന്നായാലേ മക്കള് നന്നാത്തുള്ളൂ. എനിക്കിപ്പോ ഇത്ര നന്നാൻ പറ്റും. സ്കൂളോട്ട് നിന്നെ പിടിച്ചോ കേട്ടോ. അല്ല പിന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞ കാര്യമുണ്ട്. ഓട്ടെ മാഷെ, അവൻ വെള്ളം അടിച്ചു എല്ലാം പറയുന്നത്. മാഷ് എന്തിനായാലും മറുപടി പറയാൻ നിൽക്കുന്നത്. മാഷ് അവിടെ പോവാ? ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോവാ. അങ്ങനെ SIS സ്കൂളിന്റെ വല്ല ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ പറ്റില്ല. ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ പോല. എന്റെ മൂത്ത മോനൊരു സൈക്കിൾ ഓടിച്ച് പിടിച്ച് അകത്തിട്ടിരിക്കുക. ഞാൻ ചെന്നിട്ട് വേണം അവനെ ഒന്ന് ഇറക്കാൻ. ആ ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്നാ മനസ്സിലായി? തന്തമാര് നന്നായാലേ മക്കളെ നന്നാകത്തുള്ളത്. മോളെ അവനൊക്കെ തോന്നി വെച്ച എന്തെങ്കിലും പറഞ്ഞേ നമുക്കൊന്ന് കാര്യത്തിൽ കിടക്കാം. ഈ മഹിളാ രക്തം എന്നാ പറഞ്ഞ പരിപാടി, ഇതിനകത്ത് ഈ ഡാൻസും പാട്ടും എല്ലാ ആക്ടിങ്ങും ഒക്കെ ഇല്ലേ? ഉണ്ട്. മോക്ക് പാട്ട് പാടാനൊക്കെ അറിയോ? പാട്ട് പാടാൻ അറിയാവുന്ന എന്റെ മാഷ ഇവിടെ പാട്ട് കേട്ടാ മാഷ് ഞെട്ടും. ആണോ? എന്നാ ഇവിടെ പാട്ടൊന്നും എനിക്ക് കേൾക്കണം. മറ്റേ സാധനം ഇവൻ ശല്യമല്ല. സപ്പോർട്ട് ചെയ്യണ്ടേ? നീ സപ്പോർട്ട് ചെയ്യണ്ട, അവക്ക് സപ്പോർട്ട്. അവിടെ ഭർത്താവുണ്ടോ? മനസ്സിലായോ? കേട്ടോ, നീ നിന്റെ കാര്യം നോക്കാം കേട്ടോ. പാട്ടൊക്കെ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ ഇവിടെ ഇച്ചിരി സംഗതി പോയെങ്കിൽ മൊത്തത്തിൽ സാധനം കൊള്ളാമായിരുന്നു കേട്ടോ. അടിപൊളിയായി. നമ്മളെ അതൊക്കെ പോട്ടെ, ഈ പാട്ട് മാത്രമല്ലോ ഇതിനകത്ത്. അതിനകത്ത് ആക്ടിങ് ഇല്ലേ? പിന്നെ എന്റെ മാഷ ആക്ടിങ് ഇല്ലെന്ന്. ഇവിടെ ആക്ടിങ് മാഷ ഒന്ന് കാണേണ്ടതല്ലേ? ആണോ? എടി മറ്റേ സാധനം ഒന്ന് കാണിച്ചേ. നാഗവല്ലി. കരുനാഗപ്പള്ളിയോ? എടി നാഗവല്ലി കാണിക്കാം. ഓക്കെ റെഡി ആക്ഷൻ. നല്ല വലിവുണ്ട് കേട്ടോ. ആശുപത്രി കൊണ്ടുപോകാൻ നോക്കേ. നീ നിന്റെ കാര്യം നോക്കാൻ പറഞ്ഞു കേട്ടോ. അല്ല പോണ വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? സംഭവിച്ചെങ്കിൽ അവിടെ ഭർത്താവ് നോക്കണം നിന്നോട് ഞാൻ പറഞ്ഞു കേട്ടോ. നീ നിന്റെ കാര്യം നോക്കാൻ പറഞ്ഞു കേട്ടോ. മോളെ മോളത് കാണിച്ചോ? ഇന്നേക്ക് ദുർഗാഷ്ടമി. രക്തത്തെ കുടിച്ച് ഓൻകാര് നടമാടുമേ. ആരാന്നാ പറഞ്ഞ? സുരേഷ് ഗോപി. ഇതോ? ഇത് സുരേഷ് ഗോപി. ഉണങ്ങിയ സുരേഷ് ഗോപി ആണോ? ഈ ഉണങ്ങിയ സുരേഷ് ഗോപി വന്നില്ല കാണാറുണ്ട്. ഇപ്പൊ എന്നാ കാണാമായിരുന്നു? ആ പെണ്ണ് പെടലിക്ക് പിടിച്ച് ഞെത്തി കൊന്നേല.